أعوذ بدنجناه من اللتاب الرجيم بسم الدنجناه الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء أما بعد. നിലവിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലായതുകൊണ്ട്, സ്വതന്ത്ര ചിന്തകനായതുകൊണ്ട്, സമൂഹത്തിൽ ഇന്ന് ഏതു തരം വിഷയത്തിലും ഇസ്ലാമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന ഒരു റാവുത്തറുടെ മോഡൽ വന്നു നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട റെഫറൻസ് ആയിരിക്കും. ഞാൻ ഫിലോസഫിയിൽ PhD ചെയ്യുന്ന ഒരു വിനീത സഹോദരനായതുകൊണ്ട് എനിക്ക് എപ്പിസ്റ്റമോളജിയും ഐഡിയോളജിയും മുൻനിർത്തി മാത്രമേ സംസാരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. മതത്തിൻ്റെ ഒരു ഡെഫിനിഷൻ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പ്രത്യേകിച്ച് ഒരു മതകീയമായ മതത്തിൽ കുളിച്ചു നിൽക്കുന്ന പലതരം മതങ്ങളുള്ള ഒരു സമൂഹത്തിൽ മതം എന്നതിന് വ്യത്യസ്ത നിർവചനങ്ങൾ കാണാൻ കഴിയും. എല്ലാവരും മതവിശ്വാസികളാണ്. ദ ബിലീഫ് ഇൻ ആൻഡ് വർഷിപ്പ് ഓഫ് എ സൂപ്പർ പവർ ഓഫ് അവേഴ്സ്, അതനുസരിച്ച് കമ്മ്യൂണിസം മതമാണ്, ഫാസിസം മതമാണ്. റിലിജൻ ഈസ് എ കളക്ഷൻ ഓഫ് കൾച്ചറൽ സിസ്റ്റം, അതനുസരിച്ച് ലിബറലിസം മതമാണ്. അതനുസരിച്ച് മറ്റ് ഐഡിയോളജികളൊക്കെ മതങ്ങളാണ്. ആരാണ് ഒരു ദർശനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശരിതെറ്റുകൾ നിർണ്ണയിക്കുന്ന ഏജൻസി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതം ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് തീരുമാനമാകുന്നതെങ്കിലും നാസ്തികത പോലും മതമാണ്. എല്ലാവരും ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്. മനുഷ്യൻ മാത്രമല്ല, പട്ടിയും മരപ്പട്ടിയും കഴുതപ്പുലിയും എല്ലാവരും മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് ജനിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം സൂചിപ്പിക്കുന്ന മതം, പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാഫിറിനെ കൊന്നു തിന്നാം എന്ന് പഠിപ്പിക്കുന്ന നരബലി അല്ലെങ്കിൽ മനുഷ്യമാംസം കഴിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന മതം, ഇതാണ് നമ്മൾ ഉദ്ദേശം. സ്വതന്ത്ര ചിന്തകർ കുട്ടികളെ വഴിതെറ്റിക്കുമെന്നൊരു വലിയ ഒരു ആക്രോശം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് ഇസ്ലാം മത വിശ്വാസികളായിരുന്നു, അതിൻ്റെ പണ്ഡിതന്മാർ തന്നെയായിരുന്നു. ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് അമ്മ പെങ്ങൾ ഭോഗം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇസ്ലാം ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് കാണാത്ത മതമാണ്. സംശയമുള്ളവർക്ക് 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്ന്, ആദം നബി അല്ലെങ്കിൽ ആദം ഹൗവ, അത് ഇൻസെസ്റ്റിലൂടെയാണ് ഇന്ന് കാണുന്ന സമൂഹത്തിലേക്ക് എത്തിയത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അബ്രഹാമിക് റിലീജിയൻസ് എല്ലാം പഠിപ്പിക്കുന്നത് തന്നെയാണ്. മതം വേണോ മനുഷ്യന് എന്നുള്ളതാണ് തലക്കെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലുള്ള കുഴപ്പങ്ങൾ എന്താണ് എന്നതായിരുന്നില്ല തലക്കെട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ടൂറിസ്റ്റ് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ മംഗ്ലീഷിലൊരു ബോർഡ് കണ്ടു, നാടുണരുന്നു എന്നായിരുന്നു. അതാ സായിപ്പ് പണിപ്പെട്ട് വായിച്ചു, നാട് നാറുന്നു. അതാ സായിപ്പിൻ്റെ കണ്ണിൻ്റെയും കാഴ്ചയുടെയും കൊഗ്നാറ്റിക് പവറിൻ്റെയും മാത്രം പ്രശ്നമായിരുന്നു. ഇനി ആർക്ക് മതം വേണോ എന്നുള്ളതാണ്. നമ്മളിവിടെ പറഞ്ഞു മനുഷ്യന് മാത്രമല്ല മതം വേണ്ട എന്ന് ഞാൻ പറയുന്നത്, ആർക്കും വേണ്ട. ഇവിടുത്തെ മൃഗങ്ങൾക്കും വേണ്ട, ഇവിടുത്തെ പ്രപഞ്ചത്തിനും വേണ്ട, ഇവിടുത്തെ ഒരു കാര്യത്തിനും വേണ്ട. മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നൈസർഗിക ചരാചര പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്. മനുഷ്യൻ അതിലെ കേവലം ഒരു അംഗം മാത്രമാണ്. മതം വേണോ മനുഷ്യന് എന്ന ഒരു സംവാദം സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഞാൻ വേണ്ട എന്ന് പറയുന്ന ആളാണ്, വേണമെന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ട്. ലോകത്തിൻ്റെ വ്യവസ്ഥാപിത മതങ്ങൾ ഒഴിവാക്കുന്നവർ ഭൂരിഭാഗവും പോയിക്കൊണ്ടിരിക്കുന്നത് അവ്യവസ്ഥാപിതമായ മതങ്ങളിലേക്കാണ്. എന്താണ് ഈ അവ്യവസ്ഥാപിതമായ മതം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലൂസിഫർ വർഷിപ്പ്, കുട്ടിച്ചാത്തന്മാരെ ആരാധിക്കുക, അന്തിക്രിസ്തുവിനെ ആരാധിക്കുക, ഫ്രീ മസേൺസായി ഇലുമിനേറ്റിക്കാരുടെ കൂടെ പോവുക. ഞാനിത് പറയുമ്പോൾ ഇത് അമേരിക്കയിലെ നാസ പണ്ട് ഈ നമ്മുടെ കഥകളിൽ എപ്പോഴും വരുന്നതാണ്. നാസയുടെ ഒരു 16 അംഗ സമിതിയിലെ തലവനാണ് ഫ്രഞ്ച് ആസ്ട്രോണമറായിട്ടുള്ള ജാക്കസ് വാലി. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മെസ്സഞ്ചേഴ്സ് ഓഫ് ഡിസെപ്ഷൻ. അതിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, 1997 മാർച്ച് 26 കാലിഫോർണിയയിലുള്ള ഒരു ഹോസ്റ്റലിൽ 39 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അവസാനം അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ ഹെവനെ ഗെറ്റ് കൾട്ട് എന്ന് പറയുന്ന ഒരു
സംഘടനയിലെ അംഗങ്ങളായിരുന്നു. അത് UFO റിലീജിയൻ ആയിരുന്നു. അതായത് ഈ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഈ ഏലിയൻസ്, അതേപോലെ വന്യജീവികൾ, അവരെയൊക്കെ ആരാധിക്കുന്ന സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് ഈ വെസ്റ്റേൺ ലോകത്ത്, വ്യവസ്ഥാപിത മതത്തിൻ്റെ വെളിയിലുള്ള ലോകത്തുള്ള സ്വീകാര്യത കേട്ടാൽ അത്ഭുതം തോന്നും. പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേയിൽ 65% അമേരിക്കക്കാർ ഏലിയൻസിൽ വിശ്വസിക്കുന്നവരാണ്. അതിന് ഞങ്ങൾക്കെന്താ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാകും. പാൻസ്പെർമിയ തിയറി ലോകത്ത് കൊണ്ടുവന്നത് നിയോ എത്തിസ്റ്റിന്റെ പിതാവായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസ് ആണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്താ പറയുന്നത്? ഏലിയൻസ് ആയിരിക്കും ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്നത് എന്നാണ്. ക്രിസ്റ്റഫർ ഹിച്ചൺസിന്റെ ഒരു പുസ്തകമുണ്ട്, ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഉസാമ ബിൻ ലാദൻ താലിബാൻ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ജിന്നുകളുടെ സഹായത്തോടെയാണ്. അപ്പൊ നിങ്ങൾക്കതിനെ ഒരിക്കലും തള്ളിക്കളയാനൊന്നും കഴിയില്ല. മാത്രവുമല്ല, ഞാനത് സമയം കളയുന്നില്ല. UFO കണ്ടു എന്ന് അവകാശപ്പെടുന്നവരെ വെച്ച് 2022 മെയ്യിൽ US കോൺഗ്രസ് ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തിയിരുന്നു. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പെൻഡഗൻ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു. 2022 ഒക്ടോബർ 22 നാസ പറക്കം തളികൾ അടക്കമുള്ള UAP അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിനെ കുറിച്ച് പഠനം നടത്താൻ ഈ പറയുന്ന 16 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. തീർന്നോ? ഇല്ല. ഇതൊരു ഭാഗത്ത് ഇങ്ങനെയുള്ള അന്യഗ്രഹ ജീവികളെ ആരാധിക്കുന്ന ഒരു ലോകങ്ങൾ. മറ്റൊരു ലോകത്ത് ഇലുമിനേറ്റിയും നിങ്ങൾ നിഗൂഢ സിദ്ധാന്തം എന്ന് പറഞ്ഞ് പലരും തള്ളിക്കളയാറുണ്ട്. പക്ഷെ ഇലുമിനേറ്റിയെ കുറിച്ച് ലോകത്തിന് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾ പുറത്ത് കൊണ്ടുവന്ന എഴുത്തുകാർ റിച്ചാർഡ് വാൻ ഡെൽമൺ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ദ സൊസൈറ്റി ഓഫ് എൻലൈറ്റ്മെന്റ്. അതേപോലെയുള്ള ധാരാളം പഠനങ്ങളുണ്ട്. അതിൽ അവർ പറയുന്നത് ഈ അന്തിക്രിസ്തു, ലൂസിഫറിനെ ആരാധിക്കുന്ന സമൂഹത്തിൻ്റെതാണ് അടുത്ത ലോകം. വ്യവസ്ഥാപിതമായ മതങ്ങൾ അന്ധവിശ്വാസങ്ങളാണ്. ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറം കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ലോകം ഫ്രീ മസേൺസിൻ്റെതാണ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ, ബോളിവുഡിലെ ചില നടന്മാർ അതിൻ്റെ ഭാഗമാണ്. അതേപോലെ വലിയ വലിയ ഇന്റർനെറ്റിലെ വാണിജ്യ ഭീമന്മാർ അതിൻ്റെ ഭാഗമാണ്. ധാരാളം ആളുകൾ അതിൻ്റെ ഭാഗമാണ്. അവരെ ആരാധിക്കുന്നവരുടേതാണ് അടുത്ത ലോകം എന്ന് പറയുന്ന ആ പ്രശ്നം കേരളീയ പശ്ചാത്തലത്തിൽ പ്രസക്തമാണോ അല്ലേ എന്നും കൂടി വേണം നമ്മൾ പരിശോധിക്കാൻ. ഈ പ്രസ്ഥാനം 1700 മുതൽ ഇന്ത്യയിലുണ്ട്. 1806 കേരളത്തിൽ ആദ്യത്തെ ഫ്രീമസൺ ലോഡ്ജ് ട്രാവൻകൂർ യൂണിയൻ എന്ന പേരിൽ കൊല്ലത്ത് സ്ഥാപിക്കപ്പെട്ടത്. 1822 ഹൈബേണിയാൻ യൂണിയൻ എന്ന പേരിൽ കൊല്ലത്ത് തന്നെ മറ്റൊരു ലോഡ്ജും തുടങ്ങി. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇപ്പോഴും ക്രൗദർ മസോണിക് ഹാൾ എന്ന് പറയുന്ന സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ദ സൊസൈറ്റി ഓഫ് എൻലൈറ്റ്മെന്റിൽ പറയുന്ന ഒരു കാര്യം, 3ാം ലോക രാജ്യങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ ചോരകൾ ചീന്തിയിട്ട് വേണം ലൂസിഫറിനെ പ്രസാദിപ്പിക്കാൻ. അതുകൊണ്ട് ലോക വൻശക്തികളെ നിങ്ങൾ തേർഡ് ലോകങ്ങളിൽ, ഈ ഇനിയും വികസിക്കാത്ത പാവങ്ങൾക്കിടയിൽ ആയുധ കച്ചവടം നടത്തി അവരെ തമ്മിൽ തല്ലിച്ച് ചോര ചീന്തി ലൂസിഫർ പ്രസാദിക്കട്ടെ എന്നുള്ള പ്രഖ്യാപനം അവരുടെ യോഗങ്ങളിൽ നടക്കുന്നു എന്ന്. എന്തുകൊണ്ടാണ് ആധുനിക സമൂഹത്തിൽ, ആധുനിക ലോകത്ത് പുതിയ മതങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തത് എന്നുള്ളതിൻ്റെ കാരണവും ഇന്ന് ടെക്നോളജി എയ്ഡഡ് ആയിക്കൊണ്ട് കൂടുതൽ ബോധമുള്ള മനുഷ്യന്മാരായതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടായതുകൊണ്ട്, ഹൃദയം കൊണ്ടല്ലാത്തതുകൊണ്ട് അവർക്ക് അത് ഫേക്ക് ന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് ലോകത്ത് കാണുന്ന മിക്ക മതങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു അസുഖമാണ്. ആ അസുഖം എന്ന് പറയുന്നത് അപസ്മാര രോഗമാണ്, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതായത് പല പ്രവാചകന്മാർക്കും, പല എഴുത്തുകാർക്കും, പല കവിത എഴുതുന്ന ആളുകൾക്ക്, കഥാകാരന്മാർക്കും, ദസ്തയോവ്സ്കിയെ പോലെയുള്ള ആളുകളെല്ലാം ഇതുപോലെ അപസ്മാര രോഗികളായിരുന്നു. അതുണ്ടാകുന്ന സമയത്ത് ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ സെൻറ്ററിൽ നിന്നും ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് അത് ബ്രെയിനിലേക്ക് വ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇമാജിനറി വിഷൻസ്, ഓഡിറ്ററി ഹാലൂസിനേഷൻസ്, ഇതുപോലുള്ള സാധനങ്ങൾ അവർ പിന്നീട് പേപ്പറിൽ എഴുതി വെക്കുന്നു. നിർഭാഗ്യവശാൽ ചിലതൊക്കെ കഥകളായിട്ടും ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്ന ചില പുസ്തകങ്ങളായിട്ടൊക്കെ നമുക്ക് കിട്ടി. പക്ഷെ നിർഭാഗ്യവശാൽ ചിലത് ഇതുപോലെ മത കിതാബുകളായിട്ടാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ദുരന്തമാണ് നമ്മൾ ഇതുപോലെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അന്ന് നല്ല മരുന്നുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ന്യൂറോ സൈക്കാട്രി എന്ന് പറയുന്ന ഫീൽഡ് ഡെവലപ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രവാചകന്മാരുണ്ടാവില്ലായിരുന്നു.
ഇതുപോലുള്ള മതങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല, ഇതുപോലെ സംവാദം പോലും നടത്തേണ്ടി വരില്ലായിരുന്നു. മറ്റൊന്ന്, മാനവ ചരിത്രത്തിൽ മതം കേന്ദ്രസ്ഥാനത്ത് വരാത്തൊരു യുഗം പോലുമില്ല. ലോകത്ത് 90% ആളുകൾക്കും ഹിസ്റ്റീരിയയും 10% ആളുകൾക്ക് മനോരോഗമില്ലായ്മയും എന്നൊരു കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA ചെയ്തിട്ടുണ്ട്. ടോൾസ്റ്റോയിയുടെ ഒരു സംഭവമാണ്. വിറ്റ് എന്നതിൻ്റെ ഒരു വിശദീകരണത്തിൽ ടോൾസ്റ്റോയിയുടെ ഒരു കമൻറ്റ് ഉദാഹരിക്കാറുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിനെ ആസ്പദിച്ചൊരു ഡ്രാമ അവിടെ നടന്നപ്പോൾ ഒരു അസൂയാലു മാത്രം കൈയടിച്ചില്ല, ബാക്കി എല്ലാവരും കൈയടിച്ചു. ആ അസൂയാലുവെ നോക്കി പറഞ്ഞു, എനിക്കും നിനക്കും മാത്രമേ ബുദ്ധിയുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടെയുള്ള ആ ഒരു സൂപ്പർ ഈഗോ ഡില്യൂഷൻ, താൻ പോരിമ വിഭ്രാന്തി.